വാഹനങ്ങളൊക്കെ നമ്മൾ കടത്തിവിടുകയല്ല. അത്യാവശ്യം ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വണ്ടി വിടാറുണ്ട്. സാധനങ്ങൾ തടസ്സമില്ല. തടയുന്നുണ്ട്. ജനങ്ങളുടെ കടകളൊക്കെ അത്യാവശ്യം ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, ഹർത്താലുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഹർത്താൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വണ്ണപ്പുറത്ത് ഹർത്താലിൽ വാഹനങ്ങൾ തടയുന്നു, കടകൾ അടപ്പിക്കുന്നു. നിതിൻ രാജിൻ്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വണ്ണപ്പുറത്ത് കടകൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ണപ്പുറം ടൗണിൽ പൂർണ്ണമായും കടകൾ അടഞ്ഞു കിടക്കുകയാണ്. പെട്രോൾ പമ്പുകൾ അമ്പലപ്പടിയിലും വണ്ണപ്പുറത്തും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ ഒന്നും ഓടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷനിൽ സമരാനുകൂലികൾ വാഹനം തടയുകയാണ്. വാഹനങ്ങൾ കട തുറക്കാൻ വാഹനങ്ങളൊക്കെ നമ്മൾ കടത്തിവിടുകയല്ല. അത്യാവശ്യം ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വണ്ടി വിടാറുണ്ട്. സാധനങ്ങൾ തടസ്സമില്ല. തടയുന്നുണ്ട്. ജനങ്ങളുടെ കടകളൊക്കെ അത്യാവശ്യം ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, ഹർത്താലുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഹർത്താൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹർത്താലിൻ്റെ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ ഹൈറേഞ്ച് ജംഗ്ഷനിൽ 1-2 സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഹൈറേഞ്ചിലേക്കുള്ള KSRTC ബസ്സുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഇതുവരെയും KSRTC ബസ്സുകളൊന്നും തടഞ്ഞിട്ടില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ഹോട്ടലുകൾ ഹൈറേഞ്ച് ജംഗ്ഷനിൽ ഒന്നും തുറന്നതായിട്ട് കാണുന്നില്ല. വണ്ണപ്പുറത്ത് ഹർത്താൽ പൂർണ്ണമായും വിജയകരമാണെന്ന് പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ സ്ഥാപനങ്ങളും കടകളും ഒന്നും തുറന്നിട്ടില്ല. ഇതുവരെയും 1-2 വാഹനങ്ങൾ ഓടിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള വാഹനങ്ങളൊന്നും ഓടുന്നില്ല, ബസ്സുകളൊന്നും ഓടുന്നില്ല. കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന അവസ്ഥകളാണ്. ഇനി ഓടുന്ന വാഹനങ്ങൾ പ്രവർത്തകർ തടയുന്നുണ്ട്. ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള ഹർത്താൽ തന്നെയാണ് നടക്കുന്നത്. എവിടെയും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാവാം പോലീസിൻ്റെ സാന്നിധ്യം ഒരിടത്തും കണ്ടില്ല. വാഹനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്ന വാഹനങ്ങളെ തടഞ്ഞ് കുറച്ച് സമയം വേണമെങ്കിൽ നിർത്തിയിട്ട് തന്നെയാണ് അനുകൂലികൾ വിടുന്നത്. ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന KSRTC ബസ് പ്രവർത്തിക്കുന്നുണ്ട്. വണ്ടി നിറയെ ആളുകളുണ്ടായിരുന്നു. വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷനിൽ വണ്ടിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഒരുപാട് യാത്രികരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ 8:30 വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വണ്ണപ്പുറത്തെ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്ന് വണ്ണപ്പുറം ടൗൺ വഴി അമ്പലപ്പടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലപ്പടിയിലും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള ചെറിയ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കടകളും പൂർണ്ണമായി അടഞ്ഞിട്ട് കിടക്കുന്നു. അജന്തപ്പടിയിലെ ഓട്ടോറിക്ഷകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പല കടകളും തന്നെ അടഞ്ഞു കിടക്കുക തന്നെയാണ്. വണ്ണപ്പുറത്ത് പ്രവർത്തിക്കുന്ന സിറ്റി ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ഇന്നലെ തന്നെ അറിയിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ അടച്ചിട്ടില്ല. ബാക്കിയുള്ള ചെറിയ ചെറിയ ഹോട്ടലും വലിയ ഹോട്ടലും എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. മറ്റു ബാങ്കുകളും മറ്റൊന്നും പ്രവർത്തിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. അവശ്യ സർവീസുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങോട്ട് പോകുമ്പോൾ പല വാഹനങ്ങളെല്ലാം കടന്നു വരുന്നതും പോകുന്നതൊക്കെയുണ്ട്. തിയേറ്റർ ജംഗ്ഷനിലും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് കടകളെല്ലാം. തുറക്കുന്ന കടകൾ അടപ്പിക്കുമെന്ന് അനുകൂലികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് 10 മണിക്ക് ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും അമ്പലപ്പടിയിലേക്ക് എത്തുമ്പോഴത്തേക്കും കടകൾ അടഞ്ഞു കിടക്കുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. പല സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. അമ്പലപ്പടിയിലേക്ക് എത്തുമ്പോഴും ബസ്സുകളെല്ലാം തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളൊന്നും ഓടുന്നില്ല. പല ബസ്സുകളും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ പമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അമ്പലപ്പടിയിലെ ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ബിസ്മി ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കേരള സ്റ്റോഴ്സ് തുറന്നിട്ടുണ്ട്. ബാക്കി 1-2 പച്ചക്കറി കടകൾ തുറന്നിട്ടല്ലാതെ ബാക്കി കടകളൊന്നും തുറന്നിട്ടില്ല. ഈ വാർത്ത ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ മറക്കരുത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ.